ഹലോ എവ്രിവൺ, എല്ലാവർക്കും ഹിമാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സദ്യയിൽ വിളമ്പുന്ന ഉള്ളി തീയൽ എങ്ങനെ പ്രിപ്പയർ ആക്കുന്നതെന്നാണ് കാണാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ടേസ്റ്റ് എന്തായിരിക്കും എന്ന്. ഇത് വളരെ തിക്കായിട്ടുള്ള ഒരു കറിയാണ്. ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്നത് തേങ്ങ വറുത്തരയ്ക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യമേ നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അരമുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് തേങ്ങയാണിത്. ഇനി ഇത് നന്നായി ചുമക്ക വറുത്തെടുക്കണം. ഇതിന്റെ കളറൊക്കെ ചെറുതായി ചേഞ്ച് ആയി തുടങ്ങുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ കറിവേപ്പിലയും തേങ്ങയൊക്കെ കൂടി നന്നായിട്ട് വറുത്തെടുക്കണം. ഇതിന്റെ കളറൊക്കെ ചേഞ്ച് ആയി ഒരു ചോക്ലേറ്റ് ബ്രൗൺ കളറിലേക്ക് മാറണം. അപ്പൊ ഇതിന് നല്ലൊരു മണം വരാൻ തുടങ്ങും. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് നമ്മൾ ആദ്യമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞള്. ഇനി നമ്മുടെ സ്റ്റൗവിന്റെ തീയെ കുറച്ച് വെക്കണം. എന്നിട്ട് ഈ പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഈ തേങ്ങയുടെ കൂട്ടത്തിൽ നന്നായിട്ട് വറുത്തെടുക്കണം. ഇത് നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെച്ചിട്ട് ഈ കൂട്ടിനെ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ അരച്ചെടുക്കണം. ഞാനിതിപ്പോ അരച്ചോണ്ട് വരാൻ പോവാണ്. ഇതിന്റെ അരപ്പില് ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇതിന്റെ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് ഈ അരപ്പ് നല്ല കിടുക്കനായിട്ടുണ്ടാവും. ഇനി നമ്മുടെ പാൻ വീണ്ടും എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 4 ടീസ്പൂൺ ആണ് 1 ടേബിൾ സ്പൂൺ. ഇനി എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ കഥയിലെ നായകൻ ചെറിയുള്ളിയെ നന്നായി കഴുകി വൃത്തിയാക്കി ചെറുതായി വട്ടത്തിൽ അരിഞ്ഞതാണ്. ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഉപ്പിട്ട് കൊടുത്താൽ ഉള്ളി പെട്ടെന്ന് വഴലും. അതുകൊണ്ട് ഈ കറിയിലേക്ക് ആവശ്യമായ 1 സ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഉള്ളിയെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇതിന്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങുമ്പോൾ ഇനി വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാല് 1 തണ്ട് കറിവേപ്പില, ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, 1 ടേബിൾ സ്പൂണോളം തേങ്ങാക്കൊത്ത്, അതും തീരെ ചെറുതായി അരിഞ്ഞ തേങ്ങാക്കൊത്താണ്. ഇനി ഇതെല്ലാം നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഉള്ളിയുടെ കളറൊക്കെ മാറിയിട്ട് ഉള്ളിയൊക്കെ ഒന്ന് ചുരുങ്ങി വരും. നല്ല ബ്രൗൺ കളറിലേക്ക് ആവുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചു വെച്ചേക്കുന്ന കൂട്ട്, ഒട്ടും തന്നെ വെള്ളം ഇല്ലാത്ത ആ കൂട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ക്ലിയർ ആയിട്ട് കാണാം, ഈ തേങ്ങയുടെ എണ്ണമയൊക്കെ തെളിഞ്ഞിരിക്കണേ. ഇനി ഇതെല്ലാം നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്ന 1 നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ്. ആ പുളിവെള്ളത്തിലാണ് ഈ ഉള്ളിയും തേങ്ങയുടെ അരപ്പും എല്ലാം കൂടെ തിളച്ചു വരാൻ പോകുന്നത്. ഇനി ഇതിന്റെയൊക്കെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര വരുമ്പോൾ പുളിയും എരിവും എല്ലാം ഒന്ന് ക്രമപ്പെടുത്തും. ഒരുപാട് ശർക്കരയല്ല, കുറച്ച് ശർക്കരയുള്ളൂ, 1 ടീസ്പൂൺ ശർക്കരയുള്ളൂ. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ ശർക്കരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞു വരുമ്പോഴത്തേക്ക് ഉള്ളിക്കറി കറക്റ്റ് പാകത്തിനുണ്ടാവും. ഒരുപാട് വെള്ളമുള്ള ഒരു കറിയല്ല. നിങ്ങൾക്ക് ഇനി ഇപ്പൊ വെള്ളം കുറവാന്ന് തോന്നുവാണെങ്കിൽ ഈ സ്റ്റേജിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇലയിൽ നിന്ന് ഒരിക്കലും ഒഴുകി പോകുന്ന അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. കോരി നമ്മൾ ഇടുമ്പോഴത്തേക്ക് അത് ആ തവിയിൽ നിന്ന് വീഴുന്ന ഒരു പാകം, അതായത് തവിയിൽ നിന്ന് പതിയെ വേണം അത് പാത്രത്തിലേക്ക് വീഴാൻ. ആ ഒരു പാകത്തിന് വേണം കറിയുടെ കൺസിസ്റ്റൻസി. അപ്പൊ ഈ ഉള്ളിക്കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ? എല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഇത് ഉണ്ടാക്കി നോക്കണം. ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കണം, വളരെ ഇഷ്ടപ്പെടും. ഇതിന്റെ ഫീഡ്ബാക്ക് എനിക്ക് കമന്റ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത്. പിന്നെ എന്റെ ചാനൽ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.